It's me Rahul. Welcome to Mentor FX YouTube channel. സോ നമുക്ക് വീക്കിലി മാർക്കറ്റ് അനാലിസിസിലോട്ട് പെട്ടെന്ന് പോകാം. നെക്സ്റ്റ് വീക്ക് അതായത് മൺഡേയിലെ നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് വെച്ച് ചെക്ക് ചെയ്തിട്ട് വരാം. അതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് വീക്കിൽ വേൾഡ് മാർക്കറ്റ് എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സോ നമ്മുടെ ഡൗ ജോൺസ് ഓൾ ടൈം ഹൈന്ന് ഒരു 1% ഡൗൺ ആയിട്ടാണ് ലാസ്റ്റ് വീക്കിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിയർലി ഒരു 1% ചെറിയൊരു ഫോൾ വന്നിട്ടുണ്ട്. മേ ബി റീട്രേസ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയില്ല. നമുക്ക് ഈ ദിസ് വീക്ക് ചെക്ക് ചെയ്യാം. S&P 500 കമ്പയർ ടു ഡൗ ജോൺസ് സോ ടെക്നിക്കൽ ഇൻഡെക്സ് അതൊരു 2% ഫാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2% ആണ് S&P 500 ഫാൾ ചെയ്തിട്ടുള്ള US മാർക്കറ്റിലെ. ആൻഡ് നാസ്ഡാക്ക് ഏകദേശം ഒരു 4% ഫാൾ ചെയ്തിട്ടുണ്ട് ഓൾ ടൈം ഹൈയിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ചൈനയുടെ ഇൻഡെക്സ് അത് കണ്ടിന്യൂ നമ്മുടെ ഇന്ത്യൻ ഇൻഡെക്സ് പോലെ തന്നെ വീക്കായിരുന്നു. ലാസ്റ്റ് വീക്കിലും ചൈനയുടെ ഇൻഡെക്സ് ഫോൾ ചെയ്തിട്ടുണ്ട് ഒരു 0.71%. ബിക്കോസ് ലാസ്റ്റ് വീക്ക് ഓൾറെഡി അതിൻ്റെ ലാസ്റ്റ് മന്ത് മുതൽ തന്നെ ചൈനയുടെ ഇൻഡെക്സ് ലൈക്ക് നമ്മുടെ ഇൻഡെക്സ് പോലെ വീക്ക് തന്നെ ആയിരുന്നു. നിക്കി ജപ്പാൻ ഇൻഡെക്സും ഒരു 5% ഓൾ ടൈം ഹൈ നിന്ന് ഫോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജപ്പാൻ ഇൻഡെക്സ് ഫോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്കിൽ. അതുപോലെ തന്നെ UK ഇൻഡെക്സ് ഫോൾ ആയിട്ടില്ല, ബട്ട് ചെറിയൊരു പോസിറ്റീവ്നെസ് ആണ് കാണിച്ചിട്ടുള്ള UK ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി ഇതിന് മുന്നത്തെ വീക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പുൾ ബാക്കിന് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു UK മാർക്കറ്റ് ഇൻഡെക്സ്. ആൻഡ് ഇറ്റ്സ് നോ വീക്ക് തന്നെയാണ് സ്റ്റിൽ. അത് ജർമ്മനി ജർമ്മനി ഇൻഡെക്സും ഒരു 0.75% ഫാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ വീക്കും നെഗറ്റീവിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ദിസ് വീക്ക് ആ ഒരു നെഗറ്റീവ് ആ ഒരു ടെക്നിക്കൽ നെഗറ്റീവ് കണ്ടിന്യൂ ചെയ്ത് ഫോൾ ചെയ്തു. അപ്പം ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൊറിയയുടെ മാർക്കറ്റായിരുന്നു. സോ കൊറിയയുടെ മാർക്കറ്റും ലാസ്റ്റ് വീക്കിൽ 5% ഫോൾ ആയിരുന്നു. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി ആൻഡ് ബിറ്റ് കോയിൻ ആൻഡ് ഓൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫോറക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് ഏകദേശം ഒരു 0.76 ഫോൾ ആയിട്ടുണ്ട്. ആൻഡ് ബിറ്റ് കോയിൻ ലാസ്റ്റ് വീക്കിൽ നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 73 ഒരു 659 വരെ അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആൻഡ് നമ്മുടെ മാർക്കറ്റിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് വീക്ക് ഫോൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോൾ ചെയ്തു, ബട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് ബോത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് താഴെന്ന് ബൈയിങ് നടന്നിട്ടുണ്ട്, മുകളിൽ നിന്ന് സെല്ലിങ് നടന്നിട്ടുണ്ട്. സോ നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ അതായിരുന്നു. അതായത് കമ്പാരിറ്റീവ്ലി വേൾഡ് മാർക്കറ്റ് പോലെ ഫോൾ അല്ലായിരുന്നു, ബട്ട് ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് വീക്കായി താഴെ നിൽക്കുന്നത്. മറ്റേ ബാക്കിയുള്ള മാർക്കറ്റൊക്കെ ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത്. അതും വേറൊരു കേസാണ്. ആൻഡ് ബട്ട് ബാങ്ക് നിഫ്റ്റി വാസ് സ്ട്രോങ് ലാസ്റ്റ് വീക്ക്. കമ്പാരിറ്റീവ്ലി നിഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിരുന്നു. നല്ലൊരു ക്യാൻഡിലായിരുന്നു ലാസ്റ്റ് വീക്കിലുണ്ടായിരുന്നത്. അതായത് ലോയിൽ നിന്ന് മുകളിലോട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനൽ ഡേ ഫ്രൈഡേ ചെറിയൊരു വീക്ക്നെസ് കാണിച്ചു. ആൻഡ് നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റി കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് വീക്കായിരുന്നു. ഓക്കെ, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മിഡ് ക്യാപ് വീക്കായിരുന്നു. ബട്ട് നമ്മുടെ ഇൻഡെക്സിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി കമ്പാരിറ്റീവ്ലി ഇസ് ഓക്കെ. സോ അപ്പോൾ നമുക്ക് നേരെ ലാസ്റ്റ് മൺഡേയിലോട്ട് നമ്മുടെ ചാർട്ട് അനാലിസിസിലോട്ട് പോകാം. എന്താണ് നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഡേ നമുക്കറിയാം 5-ാം തീയതി ഏകദേശം മാർക്കറ്റ് ഈ ഒരു ഹൈയുടെ മുകളിൽ ഓപ്പൺ ചെയ്തു, ഈ ഒരു മേജർ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു. ബട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, മാർക്കറ്റ് താഴോട്ട് ഫോളോ ചെയ്തു വരിക ചെയ്തത്. ആൻഡ് ഈ ഒരു മേജർ സപ്പോർട്ട്, ഇതൊരു മേജർ സപ്പോർട്ടാണ്. ഇവിടെ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയത്. ആ ഒരു ഡിമാൻഡ് സോൺ വീണ്ടും അവിടെ ആക്ട് ചെയ്തു, മാർക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത് ലാസ്റ്റ് ഫ്രൈഡേ. സോ ഐ തിങ്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ പ്ലാൻ ബൈ ഓൺ ദി ഡിപ്പാണ്. മാർക്കറ്റ് താഴോട്ടാണ് വരുന്നെങ്കിൽ നമ്മൾ ബൈ ഓൺ ദി ഡിപ്പ് മുകളോട്ടായിരിക്കും ട്രേഡ് ചെയ്യുക. ഓക്കെ, താഴോട്ടാണ് വരുന്നെങ്കിൽ മുകളോട്ടായിരിക്കും ട്രേഡ് ചെയ്യുക. അതല്ല ഈ ഒരു ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,450 മുകളിൽ പോകുന്നവരെ നമ്മൾ ഒരു ബൈ ട്രേഡിലൂടെ പോകത്തില്ല. ഇതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ബൈ ട്രേഡ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അതല്ല മാർക്കറ്റ് ഈ
ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് വീണ്ടും പ്രൊജക്ഷൻ കാണിക്കണമെങ്കിൽ വീണ്ടും നമുക്ക് ഈ ലോ വരെ വീണ്ടും നമുക്ക് സെൽ ട്രേഡ് ഉണ്ടാവുക. ഓക്കെ, സോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ ഹൈയുടെ മുകളിൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ ഫോർ ബൈ എൻട്രി, അല്ലെങ്കിൽ ഇവിടുന്ന് താഴോട്ട് സെൽ. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ വീണ്ടും നമുക്ക് ബൈ ഓൺ ദ ഡേ മുകളിലോട്ട് ബൈ എൻട്രി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദിസ് അവർ നാളത്തെ പ്ലാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മേജർ റെസിസ്റ്റൻസ്. ഈ ഏരിയ നമ്മുടെ ഒരു സപ്പോർട്ട് സോൺ ആണ്. ദിസ് ഇസ് എ മേജർ ഡിമാൻഡ് സോൺ. ഇതാണ് നമ്മുടെ മേജർ സപ്പോർട്ട് സോൺ. ഇ ഒ ബി ഇപ്പോഴും മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. സോ മാർക്കറ്റ് ഇവിടുന്ന് ഇനിയും ഒരു ബൈങ് ഇൻട്രസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിപ്പോഴും ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഏരിയ ആണ്. ഈ റെഫ്യൂജി മാർക്കറ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് കിട്ടുകയാണെങ്കിൽ ഞാൻ ബൈ ആണ് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ സെല്ലായിരിക്കും ചെയ്യുക. അതല്ല മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഹൈയുടെ മുകളിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഒരു ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുകളിലോട്ടും ഞാൻ ബൈയിലോട്ട് തന്നെ പോകും. ഓക്കെ, ബൈയിലോട്ട് തന്നെ മുകളിലോട്ട് പോകും. സോ ഇതാണ് എൻ്റെ ABC പ്ലാൻ. ഓക്കെ, സോ ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ഷെയർ സബ്മിറ്റ് ചെയ്യാൻ. താങ്ക് യു. ഗുഡ് നൈറ്റ്.